ഹായ് ഓൾ. കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇട്ടില്ല. ഞാൻ പ്രധാനമായിട്ട് ഈ ഒരു ന്യൂസ് ചാനൽ തുടങ്ങിയത് എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ ഞാൻ ഹെഡ്ലൈൻസ് മാത്രം കാണുന്ന ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് താല്പര്യമുള്ള ന്യൂസിൻ്റെ മാത്രം ഡീറ്റെയിൽസ് നോക്കും. അല്ലാതെ എന്ന് വെച്ചാൽ ധൃതിയിലായിരിക്കും. ചില സ്കൂളിലൊക്കെ പോകുമ്പം ഭയങ്കര ധൃതിയിലായിരിക്കും. അപ്പോൾ തീരെ സമയമില്ലാത്ത അപ്പോൾ ഞാൻ ജസ്റ്റ് ഹെഡ്ലൈൻസൊക്കെ മാത്രം നോക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഈ ഒരു ന്യൂസ് ചാനൽ തുടങ്ങിയപ്പോഴും ഞാൻ ഉദ്ദേശിച്ചത്, അതായത് ഇതുപോലെ സമയമൊന്നും ഇല്ലാത്ത ആൾക്കാർ പെട്ടെന്ന് പോവുകയാണെങ്കിൽ അവർക്ക് കാണാൻ പറ്റുന്ന ഹെഡ്ലൈൻസ്, അന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്ത് അങ്ങനെ ഒരു കോണ്ടൻറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതിന് കാരണം എനിക്ക് ഡെങ്കിപ്പനി ബാധിച്ചായിരുന്നു. ഡെങ്കിപ്പനി എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഞാൻ പണ്ട് കേട്ടത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ അമ്മ മരിച്ചത് ഡെങ്കിപ്പനി ബാധിച്ചാണെന്ന് ഞാൻ ഇങ്ങനെ പണ്ടൊരു വാർത്തയിൽ ഇങ്ങനെ കേട്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഈ ഡെങ്കിപ്പനി ടെസ്റ്റഡ് പോസിറ്റീവ് എന്ന് വന്നപ്പോഴത്തേക്ക് എനിക്കെന്തോ ഞാൻ ഇപ്പോൾ മരിക്കാൻ പോവുകയാണ് എന്നൊരു എന്നൊരവസ്ഥയിലായിരുന്നു. പക്ഷേ പിന്നീട് ഡോക്ടർ പറഞ്ഞ് പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല, ആർക്കും പെട്ടെന്ന് അങ്ങനെ പകരത്തില്ല. ഒരു കൊതുക് വന്ന് നിങ്ങളെ കടിച്ച് ആ കൊതുക് പോയി വേറൊരു വ്യക്തിയെ കടിക്കുമ്പോഴാണ് ഈ ഒരു രോഗം പകരുന്നത്. അല്ലാതെ ഇൻസെക്ട് ബൈറ്റ്സിലൂടെ മാത്രമാണ് ഈ രോഗം പടരുന്നത്. അല്ലാതെ നിങ്ങൾക്ക് പേടിക്കുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ നല്ല ക്ഷീണമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ലക്ഷണം, എനിക്ക് വന്ന ലക്ഷണമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത്. അതായത് പെട്ടെന്ന് ടെമ്പറേച്ചർ റൈസായിട്ട് നമ്മൾ പോയിട്ട് അത് പ്രത്യേകം പറയേണ്ട കാര്യം, പാനഡോളാണ്. ഞാൻ ആദ്യത്തെ ദിവസം ജസ്റ്റ് എൻ്റെ കൊച്ചു മോളുടെ ഈ ബ്രൂഫിൻ സിറപ്പ് ഉണ്ടായിരുന്നു, അതിലെ ഒരു 5 ml എടുത്ത് കുടിച്ചായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഡെങ്കിപ്പനി ആണ് നിങ്ങൾക്കെങ്കിൽ ബ്രൂഫിൻ കുടിക്കരുതെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അത് ബ്ലഡിനെ തിന്നാക്കുമെന്നോ അങ്ങനെ, എനിക്ക് അത് ശരിക്കും പറയാൻ അറിയില്ല. പക്ഷെ ബ്രൂഫിൻ കഴിക്കാൻ പാടില്ല. നമുക്ക് ആകെപ്പാടെ കഴിക്കാൻ പറ്റുന്നത് പാനഡോളാണ്, അതായത് പാരസെറ്റമോൾ ടാബ്ലറ്റ്സ് ആണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ പിറ്റേ ദിവസം പിന്നെ ഞാൻ ഈ പാനഡോൾ ടാബ്ലറ്റ്സ് തപ്പിയെടുത്തിട്ട് ഞാൻ എന്ന് വെച്ചാൽ കൊച്ചിൻ്റെ സിറപ്പ് എടുത്ത് കുടിക്കണ്ടെന്ന് വിചാരിച്ച് പനഡോൾ തന്നെ എടുത്ത് പിന്നെ കഴിച്ചു. അപ്പോൾ അങ്ങനെ പനഡോൾ കഴിക്കുമ്പം ഭയങ്കര ആശ്വാസം തോന്നും. പിന്നെ ഞാനൊന്ന് കിടന്നുറങ്ങും, പിന്നെ എഴുന്നേൽക്കും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പം പിന്നെ ഒരു 2 ദിവസം ഇങ്ങനെ ആയപ്പം ഞാൻ പിന്നെ വിചാരിച്ച്, ചേട്ടാ ഇതെന്താ മാറാത്തതെന്ന് വിചാരിച്ച് ഞാൻ ഡോക്ടറുടെ ഒക്കെ പോയി ടെസ്റ്റ് ചെയ്തു. അപ്പോഴാണ് മനസ്സിലായത് ഇതെനിക്ക് ഡെങ്കിപ്പനിയാണെന്ന് മനസ്സിലായത്. അപ്പോൾ അവർ അവിടെ നിന്ന് പറഞ്ഞു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വന്നാൽ മതി, അതായത് സിംറ്റംസ് അനുസരിച്ചാണ് ഇവിടെ ഈ ഒരു ചികിത്സ അവർ തരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഡോക്ടറിനോട് ഒക്കെ പറഞ്ഞ് ഞാൻ പതുക്കെ പാനഡോളിൻ്റെ ടാബ്ലറ്റ്സും വൈറ്റമിൻ സിയുടെ സപ്ലിമെൻറ്റുമാണ് തന്നത്. അപ്പം അങ്ങനെ ഞാൻ വീട്ടിലെത്തി. അപ്പം ഞാനൊരു മുറിയിൽ തന്നെ എന്നെ ഐസൊലേറ്റ് ചെയ്ത് കിടക്കുകയായിരുന്നു. മറ്റ് 2 മുറികളിൽ എൻ്റെ ഹസ്ബൻഡ് പോയി ഗുഡ് നൈറ്റിൻ്റെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അതൊക്കെ കത്തിച്ച് വെച്ചു, എൻ്റെ മക്കളൊക്കെ കിടക്കുന്നിടത്ത്. അപ്പോൾ അങ്ങനെ ആയിരുന്നു കുറച്ച് ദിവസങ്ങൾ. ഭാഗ്യത്തിന് ഇതുവരെ ബാക്കി ആർക്കും ഒന്നും പിടിച്ചിട്ടില്ല. എനിക്കിപ്പോൾ ഇല്ല, എനിക്ക് ഭേദമായ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എനിക്ക് പെട്ടെന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഫ്രൂട്ട്സ്, അതായത് എന്തെങ്കിലും ഗ്രേപ്സ് ഒക്കെ കഴിച്ചാൽ ഭയങ്കര ആശ്വാസമായിരുന്നു. അപ്പം അങ്ങനെ അങ്ങനെ കാര്യങ്ങൾ പോയി. ഏതായാലും ഭാഗ്യത്തിന് ഡെങ്കിപ്പനി മാറി. എന്നാലും ടേസ്റ്റൊക്കെ ഇപ്പോഴും ഒരു പഴയ ഒരു ടേസ്റ്റൊന്നും ഇപ്പോൾ ഇല്ല, നാക്കിനില്ല. ടേസ്റ്റ് ഉണ്ട്, എന്നാലും ഒരു വേറെ ഒരു ഡെങ്കിപ്പനിക്ക് മുമ്പുണ്ടായിരുന്ന ഒരു ടേസ്റ്റും ഇപ്പോഴുള്ളതും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ ആണ്. അപ്പോൾ എനിക്ക് കുറച്ച് വെയിറ്റ് ലോസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെയും ഭക്ഷണമൊക്കെ കഴിച്ച് വെയിറ്റ് ഗെയിൻ ചെയ്തു. അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലാതെ ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ദിവസം ന്യൂസൊന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇനി മുതൽ ന്യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ ഒരു മടി പിടിച്ച പോലൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല.
അപ്പോൾ ഇന്ന് മുതൽ പ്രധാനപ്പെട്ട ന്യൂസ് പറയുന്നതായിരിക്കും.